വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ വിശുദ്ധ ഏവങ്കേലിയോനെ ആസ്പദമാക്കിയുള്ള വചനപ്രഘോഷണം. ജീവൻ്റെ വചനം. യേശു ഇങ്ങനെ സംസാരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. 31-ാം വാക്യത്തിൽ ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവൻ? അവർ പറഞ്ഞു, ഒന്നാമത്തവനെന്ന്. ഇത് ഒരു പിതാവ് തൻ്റെ 2 മക്കളെ വിളിച്ചിട്ട് മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുവാൻ പറയുന്ന സംഭവമാണ്. ജീവവചനം പഠിപ്പിക്കുന്നത് വചനവും പ്രവർത്തനങ്ങളും സിങ്ക്രോണിസ് ചെയ്ത് പോകേണ്ടിയിരിക്കുന്നു. പറയുന്നത് യെസ് എന്നെങ്കിൽ യെസ്, നോ എങ്കിൽ നോ എന്നത്രേ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നത് ആത്മാവില്ല എങ്കിൽ ശരീരം നിർജീവമാണ് എന്ന്. അപ്രകാരം പ്രവർത്തനമില്ല എങ്കിൽ വിശ്വാസവും നിർജീവമാണ് എന്ന്. ഇവിടെ 2 തൻ്റെ മക്കളോട് പറയുകയാണ് മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാൻ പോകാൻ. മൂത്തവൻ പറയുന്നു നോ, പറ്റില്ല എന്ന്. പക്ഷേ ലേറ്റർ ഹി റിപ്പൻറ്റഡ്, ഹി വെൻറ്റ് ആൻഡ് വർക്ക്. രണ്ടാമത്തവനോട് പറഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ പോകാം, ബട്ട് ഹി ഡിഡിൻ ഗോ. യേശു അതിനാണ് ചോദിക്കുന്നത്, ഈ 2 മക്കളിൽ ആരാണ് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവനെന്ന് കേട്ടവ പറയുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ക്രിസ്ത്യൻ മേഖലകളിലെന്നും കാർമേഘം കാണുമ്പോൾ മഴ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. കാർമേഘമുണ്ടെങ്കിൽ മാത്രമേ മഴ നീരാവി ഉണ്ടെങ്കിൽ മാത്രമേ മഴ പെയ്യുകയുള്ളൂ. അപ്രകാരം നമ്മുടെ ജീവിതത്തിലെല്ലാം പരിശുദ്ധാത്മാവിനാൽ പറയുന്ന വചനങ്ങൾ 100% പ്രാവർത്തികമാക്കണം. കേരളത്തിലെ വിശ്വവിഖ്യാത നോവലിസ്റ്റായ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ അനുഭവം ഇങ്ങനെ പറയുന്നുണ്ട്. താനൊരു ചായക്കിടയിൽ ചായ കുടിക്കാൻ പോയി, തൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. അവസാനം ചായക്കടക്കാരനോട് ചോദിച്ചു, ഞാൻ അടുത്താണ് വീട്, പോയിട്ട് വന്നിട്ട് പൈസ കൊണ്ടുതരാം 10 രൂപ. പക്ഷെ ചായക്കടൻ പറ്റില്ല, അതിന് ഗ്യാരണ്ടി തൻ്റെ വസ്ത്രം ഊരി കൊടുക്കണമെന്ന്. അവസാനം തൻ്റെ ഷർട്ട് ഊരി, അദ്ദേഹം മുണ്ടും ഊരി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന ചായ കുടിച്ചുകൊണ്ടിരുന്ന ആരും ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഒരു മനുഷ്യൻ മുഷിഞ്ഞ വസ്ത്രവും മുഷിഞ്ഞ കരങ്ങളുമായിട്ട് 10 രൂപ എടുത്തിട്ട് കടക്കാരന് കൊടുത്തിട്ട് അതിൽ നിന്ന് വസ്ത്രം തിരിച്ചു കൊടുക്കാതെ മുഹമ്മദ് ബഷീറിനെ പുറത്ത് കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ്, അനേക പേഴ്സ് കാണിച്ചിട്ട് ഇതിൽ പേഴ്സ് നിങ്ങളുടെ ഏതെങ്കിലും ഉണ്ടോ എന്ന്. മുഹമ്മദ് ബഷീർ തൻ്റെ പേഴ്സ് കണ്ടു, എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ പേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തൻ്റെ അനുഭവത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ ഇരിക്കുന്ന മാന്യന്മാർ ഞാൻ വസ്ത്രം ഊരുന്നത് കണ്ടിട്ട് പ്രവർത്തനം ചെയ്യാതെ അവരിൽ ആസ്വദിക്കുകയാണ്. കള്ളനായ ഈ മനുഷ്യൻ, തൻ്റെ കരം ഈ ഒരു മനുഷ്യനെ വസ്ത്ര ഊരിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത് നല്ലതല്ലെന്നോർത്ത് പ്രവർത്തന മേഖലയിൽ തൻ്റെ 10 രൂപ കൊടുത്തു. അതിലാരാണ് പ്രവർത്തിച്ചവൻ എന്ന് ബഷീർ ചോദിക്കുകയാണ്. ഈ കള്ളനെത്ര പ്രാവർത്തിക മേഖലകളിൽ സഹായിക്കുവൻ. നമ്മുടെ തലകളെ വണക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവം തമ്പുരാനെ, നിൻ്റെ ജീവൻ്റെ വചനം നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കിയവനാണ്. നീയാണ് സത്യം, നീയാണ് വഴി, നീയാണ് ജീവൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വചനങ്ങൾ പ്രവർത്തനവുമായി ബന്ധമില്ല എങ്കിൽ ഇനി വചനം കേൾക്കുമ്പോൾ യേശുവേ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ പറയുന്നതെല്ലാം നിൻ്റെ ഇഷ്ടപ്രകാരം പറയുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തിനെ പോലെ മാനസാന്തരപ്പെട്ട്
നിന്നെ അനുസരിച്ച് നിനയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി പ്രവർത്തിക്കുന്നവരായി ഞങ്ങൾ തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. യേശു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജനസംഖ്യ